ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് LGSലെയും ബീവറേജ് LDയുടെയും VFAയുടെയും ഒക്കെ മാത്സ് സിലബസിലെ ശരാശരി എന്ന ഭാഗമാണ് കവർ ചെയ്യാൻ പോകുന്നത്. ശരാശരി അഥവാ ഏവറേജ്. ശരാശരി കാണാനുള്ള ഇക്വേഷനാണ് ശരാശരി ഈക്വൽ ടു തുക ഹരിക്കണം എണ്ണം. അതായത് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ശരാശരി കിട്ടും. അപ്പോൾ എണ്ണം കാണാനാണെങ്കിലോ തുകയെ ശരാശരി കൊണ്ട് ഹരിക്കണം. ശരാശരി കാണാൻ തുക ബൈ എണ്ണം, എന്നാൽ എണ്ണം കണ്ടുപിടിക്കാൻ തുക ബൈ ശരാശരി. തുക കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം. അതായത് ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന തുകയെ എണ്ണം കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ശരാശരി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ തുക ബൈ ശരാശരി. കാരണം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തുകയും എണ്ണവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തുകയും ശരാശരിയും തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തുകയെ ശരാശരി കൊണ്ട് ഹരിക്കണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ശരാശരിയും എണ്ണവും തന്നിട്ടുണ്ട്, തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം, ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളാണ് 2, 3, 5, 7, 11 എന്നിവ. ഏതൊക്കെയാണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ? 2, 3, 5, 7, 11 എന്നിവ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് കേട്ടോ 2. അപ്പോൾ ഏതൊക്കെയാണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ? 2, 3, 5, 7, 11. അപ്പോൾ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരിയാണ് കാണാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 5 അഭാജ്യ സംഖ്യകൾ നമുക്കറിയാം. അപ്പോൾ സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ 5 അഭാജ്യ സംഖ്യകളോട് കൂട്ടിയിട്ട് അതിൻ്റെ തുക കണ്ടുപിടിക്കണം. പിന്നെ എന്താ തന്നിട്ടുള്ളത്? എത്രയാണ്? അതിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. എത്ര അഭാജ്യ സംഖ്യകളാണ്? 5. അപ്പോൾ എണ്ണവും തന്നിട്ടുണ്ട്. ഇനി ശരാശരി കണ്ടുപിടിക്കാനല്ലേ, അപ്പോൾ തുക ബൈ എണ്ണം. അപ്പോൾ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ 2 + 3 + 5 + 7 + 11 28 കിട്ടും. 28നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5.6 കിട്ടും. അപ്പോൾ അതാണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി, 5.6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? 10നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യകൾ പഠിച്ചു വെക്കണം. അപ്പോൾ 10നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളാണ് 11, 13, 10, 17, 19. അപ്പോൾ എത്ര അഭാജ്യ സംഖ്യകളാണ് 10നും 20നും ഇടയിലുള്ളത്? 4 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 10നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക കാണണം ആദ്യം തന്നെ. എന്നിട്ട് ആ തുകയെ, എത്ര അഭാജ്യ സംഖ്യകളാണുള്ളത് 10നും 20നും ഇടയിൽ? 4. ആ തുകയെ അപ്പം 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 11 + 13 + 17 + 19 60 കിട്ടും. അതിന് 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 15 കിട്ടും. ഓക്കെ, അപ്പോൾ 10നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി 15 ആണ്. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമല്ലോ. കാരണം ശരാശരി കാണണമെങ്കിൽ എന്തൊക്കെ വേണം? തുകയും എണ്ണവും വേണം. ശരാശരി കണ്ടുപിടിക്കാൻ തുക ബൈ എണ്ണമാണ്. അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n × n + 1/2. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n × n + 1/2.
അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ്. അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് 100 × 101/2. അപ്പോൾ എന്ത് ചെയ്യണം? 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50, 50 × 101 5050. ഓക്കെ, അപ്പോൾ എനിക്ക് ശരാശരി കണ്ടുപിടിക്കാമല്ലോ, കാരണം നമുക്ക് തുക കിട്ടിയല്ലോ. അപ്പോൾ ശരാശരി = തുക ബൈ എണ്ണം. എണ്ണം ആ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 100 എണ്ണൽ സംഖ്യകളുടെ ചോദിച്ചാൽ അതാണ് എണ്ണം. അപ്പോൾ തുക 5050 എണ്ണം 100. അപ്പോൾ എന്താ ആൻസർ വരിക? 50.50. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് 50.50. തുടർച്ചയായ ഏത് സംഖ്യകളുടെയും ശരാശരി കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി, ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2. അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ തുടർച്ചയായ സംഖ്യകളാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യത്തെ എണ്ണൽ സംഖ്യ എത്രയാണ്? 1 പ്ലസ് ലാസ്റ്റ് നമ്പർ എത്രയാണ്? 100/2. 100 + 1 101/2 50.50. ആൻസർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നുകൂടെ പറയാം, ഒരു എളുപ്പവഴിയാണ്. തുടർച്ചയായ ഏത് സംഖ്യകളുടെയും ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ രീതിയിൽ തുടർച്ചയായ ഏത് സംഖ്യകളുടെയും ശരാശരി കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2. അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 1 + 100, കാരണം ആദ്യത്തെ എണ്ണൽ സംഖ്യ 1ഉം അവസാനത്തെ എണ്ണൽ സംഖ്യ 100ഉം. അപ്പം 101/2 50.50. സെയിം തന്നെ മുകളിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇക്വേഷൻ വെച്ചിട്ട് കേട്ടോ. അതായത് സാധാരണ ഇക്വേഷൻ ശരാശരി കാണാൻ ഏതൊരു സംഖ്യകളുടെയും ശരാശരി കാണാൻ വേണ്ടിയിട്ട് തുക ബൈ എണ്ണമാണ്. ഇത് ഇങ്ങനെ തുടർച്ചയായ സംഖ്യകൾ വന്നു കഴിഞ്ഞാലാണ് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.